ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ഡിഗ്രി ഫിലിംസിന് വേണ്ടിയിട്ടുള്ള പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും. ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കും. ഞാൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട SCERT പാഠഭാഗങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്നുള്ളത്. ഓക്കെ, അതിന് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. കാരണം ഇതിൽ നിന്ന് മെയിൻസിൽ പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 10th ലെവൽ ഓഫ് എക്സാംസിന് മാത്രമല്ല ഡിഗ്രി ലെവലിലും തീർച്ചയായിട്ടും SCERT ചാപ്റ്റേഴ്സിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ 5 തൊട്ട് 10 വരെയുള്ള ഈ പറയുന്ന സോഷ്യൽ സയൻസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും പ്രിലിംസ് ആദ്യം നടക്കുന്നത് കൊണ്ട് സോഷ്യൽ ആദ്യം കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. 8ൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ 9ഉം 10ഉം കാരണം കുറേയധികം പോർഷൻസ് ഉണ്ട്. സോഷ്യൽ സയൻസ് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെലക്റ്റീവായിട്ട് ക്ലാസ്സസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളതാണ് ചാനലിൻ്റെ നെയിം. അതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന VFA ഒറ്റ എക്സാം ആണ്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും SCERT പാഠഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒറ്റ പരീക്ഷയ്ക്ക് കുറേയധികം ചോദ്യങ്ങൾ SCERT പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് അവർ സെലക്ട് ചെയ്തത്, അതും ചെറിയ ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകും ആ സമയത്തേക്കാണെങ്കിൽ കൂടി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് ഓരോ പാഠഭാഗങ്ങൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ഇൻ ബിറ്റ്വീൻ കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകും. അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്, ഏത് പാഠഭാഗമാണ് കുറച്ചും കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ച് നോക്കേണ്ടത്, അതിൽ നിന്നുള്ള ഏതൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം ഹിസ്റ്ററിയിൽ നിന്ന് നോക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ക്ലാസ് 6 നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ചാപ്റ്റർ 8 ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ളതാണ്. ഇത് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. കാരണം നമുക്ക് പോർഷനിൽ ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് കുറേയധികം സാഹിത്യ കൃതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കണം. ദെൻ ക്ലാസ് 7 എന്ന് പറയുന്നതിൽ ചാപ്റ്റർ 1 മധ്യകാല ഇന്ത്യ, അതുപോലെ ചാപ്റ്റർ 2 മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മെഡീവൽ ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളാണ്. സോ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പാഠഭാഗങ്ങൾ നോക്കണമെന്നില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ മെഡീവൽ ഇന്ത്യയും നോക്കുന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ബേസ് തരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത് രണ്ടും. നെക്സ്റ്റ് ചാപ്റ്റർ 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഇത് കേരള ഹിസ്റ്ററിയുടെ കുറച്ച് കാര്യങ്ങളും ഒപ്പം നവോത്ഥാന നായകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമാണ്. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ധാരാളം. ഓക്കെ, അപ്പോൾ അത് നോക്കണം. ദെൻ ക്ലാസ് 8 നിങ്ങൾ നോക്കേണ്ട ഏറ്റവും 2 പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ്. ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ ആക്ച്വലി ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ആ ടെക്സ്റ്റിലില്ലാത്ത കുറേയധികം ഫാക്ട്സും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ നിന്ന് വേണം അത് പഠിക്കാൻ. കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ടെക്സ്റ്റിൽ ജസ്റ്റ് മിയർ ആയിട്ട് പറഞ്ഞു പോയതിന്റെ കുറച്ചുകൂടെ വൈഡർ രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനത് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വലിയ ചാപ്റ്റേഴ്സ് ആണ്, പക്ഷേ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ദെൻ ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും. അത് കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരളയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ചാപ്റ്റർ 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഇത് വേൾഡ് ഹിസ്റ്ററി ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ അത് വായിച്ചെടുത്താൽ മതി. ദെൻ ക്ലാസ് 10 നിങ്ങൾ നോക്കുമ്പോൾ ഇത് സോഷ്യൽ സയൻസ് 1 ആണ് കേട്ടോ. സോഷ്യൽ സയൻസ് 1 നിന്നാണ്. കാരണം നിങ്ങൾ 9, 10 എന്ന് പറയുന്ന 2 സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് 1 ഉണ്ട്, 2 ഉണ്ട്. അതിന്റെ പാർട്ട് 1, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഇത് SS1 നിന്നാണ് ഉള്ളത്. ചാപ്റ്റർ 1 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അത് വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറേയധികം അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പുതിയതായിട്ട് വന്ന ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അതായത് ഇവര് 10th ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തതാണ്. അപ്പോൾ അതനുസരിച്ച് കുറേയധികം വ്യത്യാസങ്ങൾ ഇതുണ്ട്. ഒരു പാഠഭാഗം മാത്രം ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ വീഡിയോ നമ്മൾ കാണാത്ത ടാക്സ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 4 സമ്പത്തും ലോകവും. ഇതും വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ അത് നമുക്ക് സിലബസിൽ വേണ്ട കാര്യങ്ങൾ വെച്ച് നിങ്ങൾ വായിച്ചെടുത്താൽ മതി. ദെൻ ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അത് ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. അത് വേൾഡ് ഹിസ്റ്ററി അല്ല കേട്ടോ, അത് ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണത്. ദെൻ ചാപ്റ്റർ 9 ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി പ്ലസ് സിവിക്സിന്റെ കുറച്ച് പോർഷൻസ് പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ മെർജ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ സ്പെഷ്യലി ഇതിൽ പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് എക്കണോമിക്സിന് വേണ്ടി നിങ്ങൾ നോക്കേണ്ട പാഠഭാഗങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസ് 6 നിങ്ങൾ നോക്കേണ്ടത് ചാപ്റ്റർ 6 കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നുള്ളതാണ്. ഇത് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ടെക്സ്റ്റൽ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ ഇവർ ചോദ്യ പേപ്പറിൽ ഇടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 11 സ്വരുക്കൂട്ടാം കരുതി വെക്കാൻ. ക്ലാസ് 7 നിങ്ങൾ നോക്കേണ്ടത് ചാപ്റ്റർ 7 ആണ്.
ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നുള്ളത് ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗമാണിത്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചില സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ടല്ലോ, സ്കീമുകൾ, അതൊക്കെ ഈ ഒരു പാഠഭാഗത്ത് ഉണ്ട്. ഇത് തന്നെ എക്സാക്ട്ലി എടുത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാനെ ചോദിച്ചതാണ്. ഓക്കെ, ചാപ്റ്റർ 10 ബജറ്റ് ആണ്. നമ്മുടെ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ഫിസ്ക്കൽ പോളിസി ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ സർക്കാരിന്റെ ധനനയം എന്നുള്ളതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പറയുന്നത്. ബജറ്റ് നമ്മൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി ചിലപ്പോൾ അവർ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ഇല്ല. ബജറ്റ് കമ്പോണൻസ് ആണ് നമ്മൾ സ്വതേ പഠിക്കാറുള്ളത്. ഓക്കെ, നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ക്ലാസ് 8 ചാപ്റ്റർ 4 ആണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നുള്ളത്. നമ്മൾ കുറേയധികം ഫാക്ച്വൽ ആയിട്ട് വിചാരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്ന അറിയാം, കുറച്ചുകൂടി അനലിറ്റിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇടും. ഓക്കെ, അങ്ങനത്തെയൊക്കെ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ദെൻ ക്ലാസ് 9 SS2 ചാപ്റ്റർ 5 ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. കാരണം ഇതിൽ കുറേയധികം ഇക്വേഷൻസ്, GDP, GNP, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അതൊക്കെ കംപ്ലീറ്റ് ഇക്വേഷൻസ് നിറഞ്ഞൊരു ചാപ്റ്റർ ആണിത്. വലിയ ചാപ്റ്റർ ആണ്, നിങ്ങൾ നോക്കണം. ഓക്കെ, ഈവൻ ഒരു ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ചില കോർ സബ്ജക്ട്സ് ഉണ്ട്, അതിന്റെ കോർ ഏരിയാസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ MEM പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ഇതും കൂടി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കോറിംഗിലേക്ക്, പാസ് ആണുള്ള സ്കോറിംഗിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ദെൻ ചാപ്റ്റർ 6 വിലയും വിപണിയും. ഇതിൽ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഗോൾസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് അതെന്ന് പറയുന്നത്. ദെൻ ക്ലാസ് 10 സോഷ്യൽ സയൻസ് 2 നമ്മൾ നോക്കേണ്ടത് ചാപ്റ്റർ 4 ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും. നെക്സ്റ്റ് ചാപ്റ്റർ 5 പണവും സമ്പദ് വ്യവസ്ഥയും. ചാപ്റ്റർ 7 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. ഇത്രയുമാണ് എക്കണോമിക്സിന്റെ ഏരിയയിൽ നിന്ന് നോക്കേണ്ടത്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് 5 നിന്ന് നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ജനങ്ങൾ ജനങ്ങൾ, ചാപ്റ്റർ 9 തുല്യതയിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലസ് സിവിക്സ്, അങ്ങനത്തെ ഒരു മേഖലയാണ് കേട്ടോ. തുല്യതയിലേക്ക് എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ സിവിക്സ് ഓറിയന്റഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചാപ്റ്റർ 11 നിയമവും സമൂഹവും അതുപോലെ തന്നെയാണ്. അതിൽ കുറേയധികം നിയമങ്ങളെ കുറിച്ച്, ബാലാവകാശ സംരക്ഷണ നിയമം, അങ്ങനെയുള്ള നിയമങ്ങൾ, അതിന്റെ വർഷങ്ങൾ, തീയതികളൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ ക്ലാസ് 6 നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റർ 3 രാഷ്ട്രവും ഗവൺമെന്റും എന്നുള്ളതാണ്. ദെൻ ചാപ്റ്റർ 9 ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്നുള്ളത്. ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നതിനപ്പുറം പഠിച്ചെടുക്കേണ്ടതുണ്ട്. സോ ദാറ്റ് നമുക്ക് അതിൽ നിന്ന് എന്ത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ക്ലാസ് 7 ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. ചാപ്റ്റർ 8 അധികാരം ജനങ്ങളിലേക്ക്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. കുറേയധികം കാര്യങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇപ്പോൾ ഭരണഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതൊക്കെ പല ചാപ്റ്റേഴ്സിലായിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്തുന്നതിലേക്ക് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ECERT ചാപ്റ്റേഴ്സ് അങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് കേൾക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ജോയിൻ ചെയ്യും. പിന്നെ ക്ലാസ് 8 നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റർ 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ കർത്തവ്യങ്ങൾ, ഡ്യൂട്ടീസിനെ കുറിച്ചും ഒക്കെ വൈഡ് ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതൊരു വലിയ ചാപ്റ്ററാണ് കേട്ടോ. കുറേയധികം കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഈ ചാപ്റ്റേഴ്സിന്റെ ഇടയിൽ പറഞ്ഞു വെക്കുന്ന നമ്മൾ വെറും നിസ്സാരം എന്ന് കരുതുന്ന കുറേയധികം കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും SCERT അതുപോലെ തന്നെ ഇത്തിരി പാടാണെങ്കിൽ കൂടി NCERT നോക്കുന്നത് നല്ലതാണ്. പക്ഷേ NCERT കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. ഓക്കെ, കുറേ കഥ പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ SCERT നിങ്ങൾക്ക് അങ്ങനെയല്ല, കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ ചാപ്റ്റർ 9 ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. പറയേണ്ട ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്ലാസ് 9 SS1 ചാപ്റ്റർ 4 വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ളതാണ്. ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നുള്ളത് പറയുന്നതാണ്. അതായത് പല നമ്മൾ നമ്മുടെ സിലബസിൽ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ഇത് എക്സാക്ട് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത്രയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടത് ക്ലാസ് 5 ചാപ്റ്റർ 5 വരയ്ക്കാം വായിക്കാം. ഇത് വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആണ്. കുറച്ചും കൂടി എന്താ പറയുക, മാപ്പ് ഓറിയന്റഡ് ഒക്കെ ആയിട്ടാണുള്ളതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാം. 7 ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നുള്ളതാണ്. അതിൽ കേരള ജോഗ്രഫി പ്ലസ് ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മെയിൻസിന് ഈ ഒരു പാഠഭാഗത്ത് നിന്നാണ് കേട്ടോ ചോദിച്ചത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് ഇതിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ചാപ്റ്റർ 8 നാടറിയാം. അത് കേരള ജോഗ്രഫി കംപ്ലീറ്റ്ലി അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ചാപ്റ്റർ 10 വിനിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ജോഗ്രഫി പ്ലസ് കുറച്ച് സ്പേസിന്റെ ഫാക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ അത് എടുത്തത്. കാരണം അതിൽ സുനിത വില്യംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് നടന്ന എക്സ്പെഡീഷൻ ഒക്കെ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ 2025 സ്പേസിന്റെ റിലേറ്റഡ് ആയിട്ട് നടന്ന ഫാക്ട്സ് ഒക്കെ ഞാൻ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫ്രീധികം ഫാക്ട്സ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഈ സ്പേസ് ഓറിയന്റഡ് ആയിട്ട്. കാരണം ചോദ്യ പേപ്പറിൽ ചോദിച്ചതും 25 കൂടുതലും ആ സമയത്ത് നടന്ന എക്സ്പെഡീഷൻസ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, കറണ്ട് അഫെയർ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് കുറച്ചൊക്കെ ഇങ്ങനെ SCERT പാഠഭാഗങ്ങൾ നോക്കുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് എന്നുള്ള രീതി നോക്കുന്നതാണ്. കാരണം നമുക്ക് സിലബസിൽ ഈ പറയുന്ന രീതിയിൽ പോർഷൻസിന്റെ അടിയിൽ ഈ കറണ്ട് അഫെയർ
അഫയേഴ്സ് റിലേറ്റഡ് ടു ദ സബ്ജക്ട് എന്നുള്ള രീതിയിലാണ് കൊടുക്കാറില്ല. സോ അങ്ങനത്തെ രീതിയിൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾ മറക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്ത് പറയുക. ഓക്കെ, കാരണം കണ്ടന്റിന് അടുത്ത് നിൽക്കുന്നത് വേണമല്ലോ പറയാൻ. ദെൻ ക്ലാസ് 6 നിങ്ങൾ നോക്കേണ്ട ഇത് ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, അത് വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആണ്. മാപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവരെപ്പോഴും ചോദിക്കാറുള്ള ഏരിയയാണ്. ഈ മാപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കുറേയധികം ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ഈ പാഠഭാഗങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും മാപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ചാപ്റ്റേഴ്സ് നോക്കുന്നത് നല്ലതാണ്. ദെൻ ചാപ്റ്റർ 10 സമുദ്രങ്ങളിലൂടെ, അത് വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കുറേയധികം ഓഷ്യാനിക് മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട്, ഇപ്പോൾ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ കൂടി ടെക്സ്റ്റിൽ വെറുതെ ടൈഡൊക്കെ പറഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതൊരിക്കലും മറക്കാത്ത രീതിയിൽ ഞാൻ സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡ് എന്താണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സിൽ ഞാൻ കറൻസ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞില്ല നിങ്ങളോട്, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ അധികം സാധ്യതയില്ല എന്ന് വെച്ചിട്ട്. പക്ഷേ നിങ്ങൾ SCERT ചാപ്റ്റേഴ്സ് നോക്കുന്ന രീതിയിൽ ഈ പറയുന്ന പാഠഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഓഷ്യാനിക് കറൻസ്, ടൈഡുകൾ പോലത്തെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, പിന്നെ കറൻസിന്റെ പേരുകളൊക്കെ വെച്ചിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ NCERT-യിലാണ് ശരിക്കും വരുന്നത്. അതിന്റെ കൂടുതലും 10th ലെവലിന് ചോദിക്കാറുണ്ട്. ഇതിനെ അങ്ങനെ റിപ്പീറ്റഡ് ആണെന്നുള്ള രീതിയിൽ ചോദിക്കാറില്ല, ചിലപ്പോൾ ചോദിക്കാമെന്ന് മാത്രം. ദെൻ ക്ലാസ് 7 ചാപ്റ്റർ 5 നമ്മുടെ ഭൂമി, ഇന്ത്യൻ ജോഗ്രഫി. ഇത് കംപ്ലീറ്റ്ലി എർത്തിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഫുൾ ഫാക്ട്സ് അതിൽ പറയുന്നുണ്ട് കേട്ടോ. സ്ട്രക്ചർ മാത്രമല്ല അറ്റ്മോസ്ഫിയറും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഓരോ ലെയറിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് അതൊക്കെ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ ടെക്സ്റ്റ് തന്നെ പഠിച്ചാൽ ധാരാളം. ദെൻ ചാപ്റ്റർ 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ്. ഞാൻ ഈ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ പാഠഭാഗത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, എല്ലാ പരീക്ഷകൾക്കും. ദെൻ ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഇതും എന്താണ് മാപ്പിന്റെ കുറച്ചും കൂടെ ഹയർ ലെവലിൽ നിന്നിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ പറയുന്നതാണ്. എങ്ങനെയാണ് ഒരു മാപ്പിനെ അനലൈസ് ചെയ്യേണ്ടത്, അതിന്റെ സ്കെയിലിംഗ് എങ്ങനെയാണ്, പല ടൈപ്പിൽ സ്കെയിലുകൾ നമുക്ക് മാർക്ക് ചെയ്യാം, പ്രപ്പോർഷണൽ, അങ്ങനെ ഭിന്നക രീതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതകളാണ്. അതുപോലെ തന്നെ ഇതിൽ ലാസ്റ്റ് GPS അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ജോഗ്രഫിക് ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, GIS, അതുപോലെ നമ്മുടെ നാവിക്, ഇതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കറണ്ട് അഫയർ റിലേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ഒരു പാഠഭാഗം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നാവിക്കിനെ കുറിച്ച് ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ കേട്ടോ, നമുക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്ലാസ് 8 ചാപ്റ്റർ 3 ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. നിങ്ങൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ PYക്ക് ഞാൻ ഇപ്പോൾ 21 to 25 സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ പേരും ചോദിച്ചു ഇതാക്കിയപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. 21 to 25 വരെയുള്ള കംപ്ലീറ്റ് മാർക്കഡ് PDF ഉണ്ട്. ഒപ്പം മെയിൻസിന്റെ കുറച്ച് സ്പെഷ്യൽ പേപ്പേഴ്സും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 15+ ക്വസ്റ്റൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഈ ഭൂമിയുടെ റൊട്ടേഷൻ, റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് സീസൺസ്, നമ്മളുടെ ഇക്വിനോക്സ്, അതുപോലെ തന്നെ എന്താ പറയുക സോൾസിറ്റൈസ്, ഇതൊക്കെ അവര് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്, പക്ഷേ കൺഫ്യൂസിംഗ് ആകുന്നതാണ്. അപ്പോൾ ഇതിന്റെ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. എന്നാലും ഞാനത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് സ്വയം റെഫർ ചെയ്ത് പഠിക്കണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദെൻ ചാപ്റ്റർ 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അപ്പോൾ ആസ് യൂഷ്വൽ ആ ഒരു നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ അത് പക്ഷേ ഇന്ത്യൻ ജോഗ്രഫിയുടെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എങ്ങനെയാണ് വിഭവങ്ങൾ വിനിയോഗിക്കേണ്ടത്, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്ന് നോക്കേണ്ടത് ക്ലാസ് 9 SS2 നിന്ന് ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ളത്, അതുപോലെ ചാപ്റ്റർ 2 വിശാല സമതല ഭൂല്, ചാപ്റ്റർ 3 ഭൗമചരിത്രം, ഉറങ്ങുന്ന പീഠഭൂമി. ഇത്രയും ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഉണ്ടല്ലോ ഇന്ത്യയുടെ, നെതേർഡ് മൗണ്ടൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, ഇതിനെക്കുറിച്ച് ഓരോ പാഠഭാഗത്തിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, അതിന്റെ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നെതേർഡ് മൗണ്ടൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റിവൈസ്ഡ് ടെക്സ്റ്റുകളാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ്, ഇതിന് ചോദിക്കാറുമുണ്ട്. ദെൻ ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ. ഇതിൽ വേൾഡ് ജോഗ്രഫി പ്ലസ് ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ലാൻഡ് ഫോംസ് പോലത്തെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് ഞാൻ നിങ്ങളോട് നോക്കണം എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അത് കംപ്ലീറ്റ് ഇതിലുണ്ട് കേട്ടോ. കാരണം വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഫോംസിന്റെ പല ടൈപ്പ്, ഡെസേർട്ടിൽ ഫോം ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് ഇന്ത്യൻ ജോഗ്രഫിയുടെ കുറെ കാര്യങ്ങളും ഇതിലുണ്ട്. ദെൻ ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ. ഇത് കംപ്ലീറ്റ്ലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്നുള്ള. ഇന്ത്യൻ കോസ്റ്റൽ ഏരിയനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്ലാസ് 10 ചാപ്റ്റർ 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, അത് വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദെൻ ചാപ്റ്റർ 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും, അതും വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആണ്. ഇത് SS2 നിന്നാണ് കേട്ടോ. ദെൻ ചാപ്റ്റർ 3 മഴക്കാടുകളിൽ നിന്ന് മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം വേൾഡിന്റെ ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡിൽ വെക്കാം. അത് ഈ റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. വളരെ ഭയങ്കരമായിട്ട് ചോദിക്കാറില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓർത്ത്. ചാപ്റ്റർ 6 മാറുന്ന ഭൂമി. ഇത് നമ്മുടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് പിന്നെ SNTയുടെ ഭാഗത്ത് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, കുറേയധികം SCERT പാഠഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. കൂടുതലും ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസിന്റെ ഒപ്പം തന്നെ ഈ പറയുന്ന SCERT ചാപ്റ്റേഴ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം ഒരു ബേസ് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പാകത്തിന്. പിന്നെ നിങ്ങൾ ഈ കുറച്ച് ദിവസങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് പഠിക്കുക, വേണ്ടത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക, കുറേ വാരി വലിച്ച് പഠിക്കാതെ നമുക്ക്
പാസ്സാവുക എന്നുള്ളതാണ് മോട്ടീവ്. PYQs ധാരാളം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞ 21 to 25 കമ്പൽസറി ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിംഗിലേക്ക് എത്താൻ പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് കാണുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ക്വസ്റ്റൻ പാറ്റേണുമായിട്ട് ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഏരിയയിൽ നിന്നും എന്തൊക്കെ ചോദിക്കാം, എങ്ങനെയാണത് എന്നുള്ളതൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ നല്ല ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. സോ നമ്മളിനി മാക്സിമം PYQs ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.